ഇപ്പോഴാണ് ഞാൻ അതിനകത്ത് കയറുന്നത്. നെയ്ബറായിട്ട് പോലും ഇതിനകത്ത് കയറത്ത് അവർ എപ്പോഴും പൂട്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, അതുകൊണ്ട് നമുക്ക് അത് കയറാനൊക്കത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇന്നലെയാണ് ഇത് ഇത്രയും വഷളായി. ഇതിനു മുമ്പും വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന സൗണ്ടൊക്കെ ഞങ്ങൾക്ക് കേൾക്കുമ്പോഴത്തേക്ക് വിളിച്ച് ഞങ്ങൾ പറയുമായിരുന്നു ഇങ്ങനെ അവസ്ഥ വരും, അതുകൊണ്ട് ദയവ് ചെയ്ത് ചെയ്യരുത് പറയുമ്പോഴത്തേക്ക് പുറകുവശത്തെ ആ കാണുന്ന കഥകൾ അവർ അടച്ചിട്ട് ഞങ്ങൾ കാണാത്തൊന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവന് ഭക്ഷണം ചോദിച്ചതിന്റെ പേരിൽ അവനെ അടിക്കുകയും അവനെ ക്രൂരമായി കാലാകാലങ്ങൾ കൊണ്ട് അവനെ ക്രൂരമായി അതിക്രൂരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇറങ്ങി ഓടുകയായിരുന്നല്ലേ? പുള്ളിയോടെ തുടങ്ങി ഓടുകയായിരുന്നു. മേളത്തെ കടയിൽ ചെന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ കൈകി കണ്ടപ്പോഴത്തേക്ക് ഈ പുള്ളി ഓട്ടോ എടുത്തുകൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നതും കടക്കാരൻ വിട്ടില്ല. ഇവനെ പിടിച്ചു നിർത്തി നാട്ടുകാരെ വിളിച്ചു വരുത്തി പോലീസിലെ വിളിച്ചു. അതിനുശേഷം നമ്മാട്ടിയിട്ടൊക്കെയാണ് വെട്ടിയതെന്നാണ്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബാലകൃഷ്ണനെ നാട്ടുകാർ ഇടപെട്ട് മോചിപ്പിച്ച് ആശുപത്രിയിലെത്തിച്ചു. പൗർണമി എന്ന ഫ്ലോർ മിൽ ഉടമ തുഷാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ മില്ല് പ്രവർത്തിക്കുന്നതെന്ന് 24 പുറത്തുവിട്ടിരുന്നു. വിവരങ്ങളുമായി റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. റിനു, വലിയ നടുക്കത്തോടുകൂടിയാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. ഒരു തൊഴിലാളിയെ അതിക്രൂരമായി മർദ്ദിക്കുക, പൂട്ടിയിടുക, ഭക്ഷണം ചോദിച്ചാൽ കൊടുക്കാതിരിക്കുക, മനുഷ്യത്വരഹിതമായ നടപടിയാണ് അവിടെ ഉണ്ടായത്. ഒന്ന്, അതിൻ്റെ ഒരു വശം അത് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടലിന് പിന്നാലെയാണ് അയാളെ രക്ഷപ്പെടുത്തുന്നത്. മറ്റൊന്ന്, ഇതിനൊരു സ്ഥാപനമെന്ന് തന്നെ വിളിക്കാൻ കഴിയില്ല, അത് അഭംഗിയാണ്. അത്രയും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇവിടെ നിന്നുള്ള ഭക്ഷണമാണ് ആളുകൾ വാങ്ങിക്കഴിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. റിനു, തീർച്ചയായും 1.5 വർഷം മുൻപാണ് തെങ്കാശി സ്വദേശിയായ ബാലകൃഷ്ണൻ വട്ടിയൂർക്കാവിലെ ഈ പൗർണമി ഫുഡ് ഉൽപ്പന്ന കേന്ദ്രത്തിൽ ജോലിക്ക് എത്തിയത്. അന്ന് മുതൽ കൊടിയ പീഡനം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരവും അദ്ദേഹം തന്നെ പറയുകയും ചെയ്തത്. ശമ്പളം നൽകാതെ ജോലി ചെയ്യിപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്ത് വിട്ടില്ല, ഭക്ഷണം കൃത്യസമയത്ത് നൽകിയില്ല. ഇത്തരത്തിൽ കൊടിയ പീഡനം അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഭക്ഷണം ചോദിച്ചതിന് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. തുടർന്നാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. എന്തായാലും സംഭവം പറഞ്ഞ സ്ഥലത്തെത്തിയ നാട്ടുകാർ ബാലകൃഷ്ണന്റെ അവസ്ഥ കണ്ട് ഞെട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. ശരീരം ആസകലം മുറിവുകളും അതുപോലെ തന്നെ പുഴുവരിച്ച നിലയിലുമായിരുന്നു എന്നുള്ളതാണ്. കൈവിരലുകൾ ഒടിഞ്ഞ് എല്ല് പുറത്തു വന്ന ഒരു സാഹചര്യവും ആയിരുന്നു നമ്മൾ അത് കാണുകയും ചെയ്തതാണ്. എന്തായാലും വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. സംഭവ സ്ഥലത്തെത്തിയ നഗരസഭ അധികൃതർ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഈ സ്ഥാപനം അടച്ചുപൂട്ടി എന്നുള്ളതാണ്. ഒപ്പം ബാലകൃഷ്ണനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തു. സ്ഥാപന ഉടമയായിട്ടുള്ള വട്ടിയൂർക്കാവ് സ്വദേശി തുഷാന്തിനെ പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചേർത്താണ് തുഷാന്തിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരവും നമുക്ക് പൂജപ്പുര പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.